അമ്മയുടെ തൃശ്ശൂരിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല ആകമാനം പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. അമ്മ ഇവിടെ തന്നെ അമ്മയുടെ കൈകളാൽ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം കൂടി ഇവിടെയുണ്ട്. ആ ക്ഷേത്രത്തിൽ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ളൊരു പ്രത്യേകതയുള്ളത് 4 മൂർത്തികൾ ഒരുമിച്ച് അവിടെ ഇരിക്കുകയാണ്. പ്രതിഷ്ഠയായിട്ട് 4 മൂർത്തികളുണ്ട് എന്നുള്ളതാണ്. അമ്മ അതിൽ നിന്ന് വലിയൊരു സന്ദേശമാണ് ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ളത്. കാരണം അമ്മയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇന്ന് വള്ളിക്കാവ് ആശ്രമത്തെക്കുറിച്ച് അറിയും. അമ്മ യാത്ര ചെയ്യാത്ത ചെന്നെത്താത്ത ലോകരാഷ്ട്രങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും വന്ന് അമ്മയെ നമസ്കരിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഈ പരിപാവനമായിട്ടുള്ള പ്രവർത്തികളിലൂടെ കാരുണ്യമൂർത്തിയായി നിന്നുകൊണ്ട് അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അത് എണ്ണമറ്റതാണ്, നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കാത്തതാണ്. വളരെയധികം കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ട് അമ്മയുടെ ഒരു സ്നേഹവും വാത്സല്യവും എല്ലാം കിട്ടും. അമ്മ എപ്പോഴും പറയും സ്ത്രീ പ്രകൃതിയാണ് എന്നമ്മ പറയും. അപ്പോൾ അതിൽ അമ്മ പറയും സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ തുല്യമായിട്ട് നോക്കി സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകും എന്ന് അമ്മയുടെ വാക്കുകളിലൂടെ കഥകളിലൂടെ പറയാറുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷവും ഊർജവും കിട്ടുന്നതാണ് അമ്മയുടെ അരികിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇത്ര സമയവും ഇവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കിടയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ, സന്യാസിനിമാർ, അവർക്കിടയിലെല്ലാം തന്നെ ഇരിക്കാൻ സാധിച്ചു. അമ്മയോടൊപ്പം നീണ്ട മണിക്കൂറുകൾ സ്റ്റേജിൽ ചിലവഴിക്കാൻ സാധിച്ചു. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വള്ളിക്കാവിൽ നിന്ന് അമ്മ തുടങ്ങുന്ന സമയത്ത് അത് ഒരു ചെറിയ പ്രതിഭാസമായിരുന്നു എങ്കിൽ ഇന്ന് മാതാ അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് അറിയാത്ത ഒരു ലോകരാഷ്ട്രവുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വിശാലമായിട്ടുള്ള വാതായനങ്ങളാണ് വള്ളിക്കാവിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക. ആർക്ക് വേണമെങ്കിലും വരാൻ സാധിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ആ ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ അമ്മ നിൽക്കുന്നത്. അമ്മയോട് സംശയങ്ങൾ ചോദിക്കാം, അമ്മയോട് സംസാരിക്കാം, അമ്മയെ തൊട്ടു നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം.